നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ, ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരിടാൻ ദിവസം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ,
കർത്താവേ, അങ്ങയുടെ മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാമെന്ന് പറയുന്നുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പല മക്കളും ജോലി തേടി വിദേശത്തേക്ക് പോകാൻ ഉദ്യമിക്കുന്നവരുണ്ട്. അവിടെ ആശങ്കയാൽ വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാൻ പണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിൽ നമുക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനിടയായാലേ പിന്നെ എല്ലാ ഡീലിങ്സും ഈസിയാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് മോസസാണ്. ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ലെവലാണ്. അതായത് ദൈവം മോസസിനെ കുറിച്ച് പറയുന്ന ഭയങ്കര പോസിറ്റീവായിട്ടൊരു കമൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് പുറപ്പാട് 33:17 എടുത്തേ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പം ദൈവത്തിൻ്റെ പ്രീതി നേടിക്കഴിയുമ്പോൾ ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങൾ. ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ, അതെല്ലാം ചില സമയത്ത് നമ്മൾ തോറ്റുപോകും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും. അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ്. അഹ്റോനും പോയി, എല്ലാവരും പോയി. അപ്പോഴും മോസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തും അതിനുവേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനുവേണ്ടി പട്ടിണി നിന്നും അതിനുവേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ ഈ മനുഷ്യങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയണതാണ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, അതുകൊണ്ട് നീ പറയുന്ന ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്. എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകണം നിർബന്ധമില്ല. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും 60% ചിലപ്പോൾ പരാജയമായിരിക്കും. അത് കാര്യം വിശ്വാസത്തിൽ 60% പരാജയം വരാൻ കാര്യം വിശ്വാസത്തിലൂടെ നമ്മളുടെ ചില താല്പര്യങ്ങളെ നടത്തിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിരുസന്നിധിയിൽ വ്യാപരിക്കണ കാണാം. അങ്ങനെയുള്ള ഉദ്യമങ്ങളൊക്കെ ദൈവത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് മിക്കവാറും പരാജയമായിരിക്കും. പിന്നെ തന്നെയല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? മത്തായി 20:22. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ചോദിച്ചതിൻ്റെ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ റിപ്രക്കഷൻസും സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളും കൊണ്ട് നമ്മൾ തന്നെ വലയും. ഇപ്പം അതറിയാൻ പറ്റാതെ നമ്മൾ ചില അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും.
പക്ഷേ അതായിരിക്കത്തില്ല ദൈവ പദ്ധതി നമുക്ക് ഗുണകരമായി മാറുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്ക് കാണുന്നത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അത് താമസിക്കുമെന്ന് പറയും. ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് മാന്യം ഉണ്ടാക്കരുത്. പല അണ്ണന്മാരും ദൈവം ചിലപ്പോൾ നമ്മുടെ കസര കളിക്ക് ചില ആൾക്കാർ ഒരു മണിയടിച്ച് കഴിയുമ്പോൾ ചിലർ ഔട്ടാകത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഔട്ടാകും. അതെങ്ങനെ ഔട്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് മാർക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 100 പേര് പ്രാർത്ഥിച്ചാൽ 100 പേർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, അതിൽ 90 പേരും ദൈവസന്നിധിയിൽ നിന്ന് പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജലദോഷ പനിക്കാർ പോകാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ ഈശോ അത് പറയാം. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നില്ലേ, മത്തായി 18:7. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. അതന്നെ. അപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകണേ എന്തിനാണെന്ന് അറിയാമോ? ഞാൻ സംസാരിച്ചതല്ല, കസേര കളി ഒരാൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒരു കസേരക്ക് 2 പേരാണ് ഓടുന്നത്. മണിയടി നിൽക്കുമ്പോൾ ഒരാൾ കസേര കിട്ടും, ഒരാൾ പുറത്താകും. അങ്ങനെ പുറത്താകുമ്പോൾ പുറത്താകുന്ന ആൾ അവർ വിശ്വാസിയാണെങ്കിൽ ചില സമയത്ത് ആ പുറത്താകുന്നത് കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകണവനാണെങ്കിൽ അകന്നു പോകേണ്ട തന്നെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള അലപരാധി വിശ്വാസികളില്ലേ, ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കാൻ, ഫിൽട്ടർ ചെയ്യാൻ നല്ല കാര്യമാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവസരം തന്ന തിരുക്കുമാരനും പരിശുദ്ധ കനികാ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ മിനു റോസമ്മ. ഞാൻ എറണാകുളം ജില്ലയിലെ ചേന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. അന്ന് ഞാൻ എൻ്റെ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഡിഗ്രി പഠനകാലം മുതൽ തന്നെയുള്ള വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ്റിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരം ലഭിക്കണമെന്നുള്ളത്. അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് ആ സമയത്ത് തന്നെ വെച്ചിരുന്നു. PG പഠനകാലത്ത് ആ സമയത്ത് ഞാൻ ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറിൻ്റെ പരീക്ഷ എഴുതുകയും റിസൾട്ട് കാത്തു നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചത്. പക്ഷേ ആ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ മെഡിക്കൽ ഓഫീസർ ലിസ്റ്റിൽ സ്ഥാനം ലഭിച്ചില്ല. പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല. മാതാവിൻ്റെ വലിയ അത്ഭുതകരമായ കാര്യം എന്നോടൊത്ത് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇപ്പോൾ എനിക്ക് 40 വയസ്സ്. അപ്പോൾ അന്ന് ഞാൻ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ, എൻ്റെ മാതാവേ, എൻ്റെ ചാൻസുകൾ തീരാറായി, വയസ്സ് അതിക്രമിച്ച് വരുന്നു. പക്ഷേ ഉടമ്പടിയിൽ എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറായി ജോലി ലഭിക്കണമെന്നുള്ള നിയോഗം ഞാൻ പുതുക്കി വയ്ക്കുകയും എൻ്റെ ഉടമ്പടി കാര്യങ്ങളിൽ കൂടുതൽ വിശ്വസ്തതാപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം ഇവിടെ എനിക്ക് ഈ അൾത്താരയിൽ പറയാൻ എനിക്ക് മാതാവ് അവസരം തന്നിരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. അങ്ങനെ PG പഠനകാലം വിജയകരമായി പൂർത്തിയാകുകയും എനിക്ക് ഗവൺമെൻറ് ജോലിയിൽ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ താൽക്കാലികമായിട്ട് കരാർ അടിസ്ഥാനത്തിൽ PG പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ, ഞാൻ ഗവൺമെൻറ് പെർമനൻറ്റ് പോസ്റ്റിനാണ് ആഗ്രഹിച്ചത്, പക്ഷേ അമ്മയുടെ ഇഷ്ടം ഇതാണെങ്കിൽ നടക്കട്ടെ. എങ്കിലും എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ 1 വർഷത്തെ കരാർ നിയമനത്തിൽ ജോലിക്ക് പ്രവേശിച്ച എനിക്ക് 1 മാസത്തിനുള്ളിൽ ചെന്ന ഉടനെ തന്നെ മേലധികാരിയിൽ നിന്ന് അറിഞ്ഞു, ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ താങ്കളുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്, ഒരു ട്രാൻസ്ഫർ വരുന്നത് സംബന്ധിച്ച് ഉള്ള കാര്യം കൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ഉടനെ തന്നെ ഉടമ്പടി തലമെടുത്ത് വിശ്വാസപൂർവ്വം എൻ്റെ ക്യാബിനിൽ എൻ്റെ ടേബിളിൽ വന്ന് വരച്ചിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, മറ്റൊരു നല്ല ജോലി
ലഭിക്കുന്നത് വരെ ഇവിടെ നിന്ന് എനിക്ക് മാറിപ്പോകാൻ അമ്മ ഇടവരുത്തരുതേ എന്ന്. അതുപോലെ തന്നെ 1 മാസം ഉണ്ടാകുമുള്ളൂ എന്ന് എന്നോട് മേലധികാരി പറഞ്ഞ സ്ഥലത്ത് ഞാൻ 2 വർഷക്കാലം, 1 വർഷത്തെ കരാർ വീണ്ടും പുതുക്കി 2 വർഷക്കാലം അവിടെ തന്നെ ജോലി ചെയ്യുന്നതിന് എനിക്ക് മാതാവ് അവസരം നൽകി. അത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു എയ്ഡഡ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് മാതാവ് എനിക്ക് അവസരം തന്നു. ഇതിനിടയിൽ വളരെ അത്ഭുതകരമായിട്ട് നോർമലി ഇനി നെക്സ്റ്റ് ഒരു PSC MO എഴുതാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുമോ എന്നതിന് സംശയിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്പെഷ്യലൈസേഷൻ, ഞാൻ ചെയ്ത MD സ്പെഷ്യലൈസേഷൻ വിഭാഗത്തിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു വേക്കൻസിയിലേക്ക് PSC വിളിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നേക്കാളും മിടുക്കരായ എത്രയോ പേരുണ്ട്, ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളും ഒക്കെ ഉണ്ട്, പക്ഷെ മാതാവേ, അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ശ്രമിച്ചു. രാവിലെ ഓൾമോസ്റ്റ് 7-7:30 ആകുമ്പം നമ്മുടെ ജോലി സ്ഥാപനത്തിലെത്തണം. വൈകുന്നേരം 7 മണിയൊക്കെ ആവും ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ. അതിൻ്റെ ഇടയിൽ യാത്ര, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നുകൊണ്ട് എറണാകുളത്തേക്കുള്ള യാത്ര, പഠനത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ വളരെ ആഗ്രഹത്തോടുകൂടി ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു, മോളെ, നീ ഇത്രയും ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പറയുകയാണ്, നിനക്ക്. ഞാനപ്പോൾ 2 ആഴ്ച ഒരു ലീവ് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ 2 ആഴ്ചയൊന്നും പഠിച്ചിട്ടൊന്നും കിട്ടത്തില്ല, ആളുകൾ 1 വർഷമൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ്, നീ പിന്നീട് നിരാശപ്പെടരുത്, വിഷമിക്കരുത്, അതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വിഷമം തോന്നി. എനിക്ക് അത്ര ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ഇവിടെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നു. അവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായവുമൊക്കെ നേടി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. ആ സമയത്ത് എനിക്ക് മുന്നേ കോവിഡ് വന്നതുകൊണ്ട് കണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് അധികം നേരം സ്ട്രെയിൻ ചെയ്ത് വായിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ബ്ലെസ്സിങ്, പരീക്ഷയ്ക്ക് വേണ്ടി ബ്ലെസ്സിങ് കിട്ടിയതോടുകൂടി എനിക്ക് വായിക്കാനൊക്കെ പറ്റുകയും ഓൾമോസ്റ്റ് 5 ഡേയ്സ് എനിക്ക് ലീവ് സാങ്ഷനായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ 5 ദിവസത്തെ 5 അപ്പത്തെ 5000 ആക്കി മാറ്റിയ അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് ഈ 5 ദിവസത്തെ 5000 മണിക്കൂറുകളാക്കി അമ്മ മാറ്റി എൻ്റെ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ കാശുരൂപവും ഉപ്പുമൊക്കെ കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോവുകയും ഒരുമാതിരി നല്ല ടഫ് എക്സാം ആയിരുന്നു. പരീക്ഷ പൂർത്തിയാവുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ആ ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചു. പക്ഷേ ഗവൺമെൻറ് കാര്യമാണല്ലോ, ലിസ്റ്റിൽ വന്നാലും പിന്നെയും ഇൻ്റർവ്യൂ, പിന്നെ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ കുറേ കടമ്പകളുണ്ട്. ഇങ്ങനെ ഞാൻ താൽക്കാലികമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി സംഭവിച്ചു. നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന ഇതിൽ, നാഷണൽ ആയുഷ് മിഷനിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു പരീക്ഷ ആപ്ലിക്കേഷൻ വിളിച്ചു. അപ്പം ഞാനത് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടില്ല, ഇനി പഠിക്കാൻ സമയമൊന്നുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവല്ലേടി നിൻ്റെ കൂടെ ഉള്ളത്, നീ വെറുതെ പോയി പരീക്ഷ എഴുതിയേച്ച് വാ, ഉടമ്പടി കാശുരൂപം കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതല്ലേ, അനുസരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് ആ എക്സാം സെൻറ്ററിൽ പോയി. ചെന്നപ്പോൾ പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല, പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല, ഉടമ്പടി കാശുരൂപം എടുത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതി ഞാൻ തിരിച്ചു വന്നു. ആ നാഷണൽ ആയുഷ് മിഷൻ്റെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വ്യക്തി ഞാനായിരുന്നു. അത് ഞാൻ ആ റിസൾട്ട് പോലും ഞാൻ നോക്കിയില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എന്താണ് ഗ്രേസ്, എന്താണ് നമ്മുടെ ക്വാളിറ്റി? ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പൂർണ്ണമായിട്ട് ഞാനൊരു സീറോയും ദൈവം മാത്രം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രമാണ് അവിടെ വർക്കൗട്ടായത്. അതിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ സെക്കൻഡ് റാങ്ക്, ഇൻ്റർവ്യൂവിൽ സെക്കൻഡ് റാങ്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എഴുതിയ PSC പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. കഴിഞ്ഞ മാസം ഞാൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് PSCയിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ മാതാവ് നമ്മൾ ഇനി ഒരിക്കലും എനിക്കൊരു ചാൻസ് ഇല്ല, ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു വേക്കൻസിക്ക് വേണ്ടി മാതാവ് എനിക്കിപ്പോൾ ഒരു പരീക്ഷ വിളിക്കുകയും അതിൽ പഠിക്കാൻ സമയമില്ലാത്ത എന്നെ 5 ദിവസത്തെ കുറച്ച് സമയങ്ങൾ പഠിക്കാൻ ഉണ്ടെങ്കിലും മാതാവ് കൂടെ വന്ന് പരീക്ഷയിൽ എന്നെ വിജയിപ്പിക്കുകയും അപ്പോയിൻമെൻറ്റിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോയിൻമെൻറ്റിൽ എത്തിയ സമയത്ത്, അപ്പോയിൻമെൻറ്റ് ചെന്ന സമയത്തും കുറച്ച് സാങ്കേതിക പ്രശ്നം മൂലം അപ്പോയിൻമെൻറ്റ് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു സംശയത്തിൽ ഞങ്ങളൊരു നിമിഷം സന്ദേഹപ്പെട്ട് ഒരു നിമിഷം ഉണ്ടായി. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എല്ലാവരോടും പറഞ്ഞു അമ്മ തന്ന ജോലിയാണിതെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്, ജോലി എനിക്ക് വേറെ കിട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ അമ്മയും ഞാൻ പറഞ്ഞതാണ് ഈ ജോലി അമ്മ തന്നെയാണ്, അതുകൊണ്ട് എനിക്കിതിൽ എന്തായാലും ജോലിയിൽ പ്രവേശിക്കണം. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം വളരെ അത്ഭുതകരമായിട്ട് റെഡിയാവുകയും എനിക്ക് നന്നായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അമ്മ ചെയ്ത വലിയ അത്ഭുതം, മഹാത്ഭുതം. 40 വയസ്സായി നിൽക്കുന്ന എനിക്ക് 40ാമത്തെ വയസ്സിൽ കിട്ടിയ ഗവൺമെൻറ് ജോലി, എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹം, അതിന് നന്ദി പറയുന്നു.
ഇത് പറയുമ്പോൾ ഇതിന് മുന്നേ ഞാൻ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. 1 വർഷമൊക്കെ ലീവ് എടുത്തിരുന്നു, ജോലി കളഞ്ഞും 1.5 വർഷം പ്രിപ്പയർ ചെയ്തിട്ടും ഒക്കെ ഞാൻ പരീക്ഷ എഴുതി. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പനി വരും, അസുഖം വരും, അല്ലെങ്കിൽ ബ്രിമ്മിൽ വന്നിട്ട് ഔട്ടായിപ്പോവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടത്. ഇതിന് 1000 കോടാനുകോടി നന്ദി. അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചത്. ഹസ്ബൻഡ് ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസൊക്കെ ചെയ്ത് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കോവിഡും കാര്യങ്ങളും വന്ന് ഞങ്ങൾ വളരെയധികം വിഷമസ്ഥിതിയിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ജോലി ചെയ്യാൻ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അദ്ദേഹത്തിനൊരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം വെച്ചത്. പക്ഷേ ഞാൻ ഇവിടെ വന്നൊരിക്കൽ പുതുക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തിനാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത്? അമ്മയുടെ ഇഷ്ടം പോലെ, എനിക്കറിയില്ല ഇതിലേതാ നല്ലതെന്ന്. അപ്പോൾ ഞാൻ എഴുതി ബിസിനസ്, ഒരു ബാർ ഇട്ടു, എന്നിട്ട് ഓർ ജോലി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഈ പത്രം കൊണ്ടിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലും അവിടെയൊക്കെ നടന്ന് വഴിയിലുമൊക്കെ കൊടുത്ത് ഇങ്ങനെ അന്നത്തെ ആ പ്രാവശ്യത്തെ പത്രം എല്ലാം കൊടുത്ത് ഇങ്ങനെ തിരിച്ച് ബസ്സിൽ കയറുകയാണ്. അപ്പോൾ ഒരു കോള് വന്നു ഹസ്ബൻഡ് ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം, അവരുടെ കുറച്ച് വർക്കുകൾ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ MD വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു സ്റ്റാഫായിട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബിസിനസ് വിടാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ടും കൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരുടെ ഓൾമോസ്റ്റ് പാർഷ്യൽ സ്റ്റാഫായിട്ടും ബിസിനസ്. അപ്പോൾ ആ ബാറിട്ട് ഞാൻ വെച്ച ഉടമ്പടി അപ്പോൾ ഒന്നും കൂടി എന്നെ മാതാവ് അത്ഭുതപ്പെടുത്തി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു, ബിസിനസ് ഓർ ജോലി. ഇപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ സാധിക്കുന്നു. ഇതിന് 1000 നന്ദി അമ്മയ്ക്ക് ഞാൻ അർപ്പിക്കുന്നു. ഇത് കൂടാതെ ഞാൻ അമ്മയോട് എന്നെ കൃപാസനം ഫസ്റ്റ് ഒരു സാക്ഷ്യം വെച്ച് ഉടമ്പടി വെച്ചിരുന്നത്, കൃപാസന മാതാവിൻ്റെ സാക്ഷിയായിട്ട് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മരണം വരെ കൊണ്ടുപോകണമെന്നാണ്. ഞാനിപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നവരോടൊക്കെ മാതാവിനെ പറ്റി പറയാറുണ്ട്, കൃപാസന മാതാവിനെ പറ്റി സാക്ഷ്യപ്പെടുത്താറുണ്ട്. പക്ഷെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലല്ല. മറ്റുള്ളവർ വേദനിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എത്ര നല്ല മാതാവ്, അത്ഭുതങ്ങളുടെ കലവറ ഇവിടെ ഇരിക്കുന്നു, എന്തുകൊണ്ട് അവരിത് അറിയുന്നില്ല? ഈശോയെ അവർക്കും കൂടി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ എന്നുള്ള ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹത്തിൽ മാതാവിനോട് അവരെ പറ്റി പറയുകയും അങ്ങനെ ഒത്തിരി പേർക്ക് മാതാവിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഈ നമ്മുടെ 6 നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ടല്ലോ, അത് ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക. ഞാൻ സ്വയം എന്നെപ്പറ്റി വിചാരിച്ചിരുന്ന ഞാൻ വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെ സ്വന്തം ഒരു ചിന്തയുണ്ടല്ലോ, കുഴപ്പമില്ല, തരക്കേടില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ ഉള്ളിൽ ഞാനെന്നൊരു ഭാവം, അഹംഭാവം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അപ്പനെ ആകട്ടെ അമ്മയാകട്ടെ ആരോടാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിയാം. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടെന്ന്. പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാനും കൂടുതൽ എളിമപ്പെടാനും എൻ്റെ മാതാപിതാക്കളോടാണെങ്കിലും എൻ്റെ ഭർത്താവിനെയാണെങ്കിലും പരിപൂർണമായിട്ടും അവരെ അനുസരിക്കാനും വിധേയപ്പെടാനും സ്നേഹിക്കാനും ആ ഒരു തലത്തിലേക്ക് എൻ്റെ മാനസികാവസ്ഥയെ മാറ്റാൻ ഈ ഇതിൽ സാധിച്ചു. അതുപോലെ എനിക്ക് സ്വർഗസ്ഥനായ ഈ ഉടമ്പടി എടുത്ത് കുറച്ച് കൃത്യമായിട്ട് പാലിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലാൻ പറ്റാതായി. അപ്പോൾ ഒക്കെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വേദനിപ്പിച്ചോ ഒക്കെ പോയ ആളുകളുടെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ഈശോയുടെ മുന്നിൽ ക്ഷമ ചോദിച്ച് മുന്നോട്ട് പരമാവധി എൻ്റെ തെറ്റുകുറ്റങ്ങൾ കുറച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. മാത്രമല്ല, പുതിയതായിട്ട് ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ. പണ്ടാണെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കും, പക്ഷെ ഇപ്പം ഞാൻ ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് അവരൊക്കെ സ്നേഹത്തോടുകൂടി എന്നോട് പെരുമാറുന്ന കണ്ടീഷൻസിലേക്ക് മാറ്റുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദി. അതേപോലെ ബൈബിൾ വായനയിലാണെങ്കിലും അനുദിനം എന്ത് പ്രശ്നം വന്നാലും ഓടിച്ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെക്കും, എന്നിട്ട് തുറന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് എന്തും എല്ലാ ദിവസവും മാതാവ് ഈശോ എന്നെ ആ വചനത്തിലൂടെ എന്ത് പ്രശ്നങ്ങളിലൂടെയാണെങ്കിലും നയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനത്തിലാണെങ്കിലും ബൈബിൾ വചനത്തിലാണെങ്കിലും നമ്മുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നതിലാണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും അനുദിനം നമ്മളെ മോഡിഫൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും ഒരു പൂർണ്ണതയിലെത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര വ്യത്യാസങ്ങൾ വന്നോ എന്നല്ല, മുൻപുള്ളതിൽ നിന്ന് ഒരല്പമെങ്കിലും വ്യത്യാസത്തിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചു. അതിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഡെയിലി ബ്രെഡിനെ പറ്റിയാണ്. ഈ ഡെയിലി ബ്രെഡ് പ്രയറിൽ
ഞാൻ ആദ്യം സമയം എത്തുമോ കാരണം ഞാൻ 7 മണിക്കൂർ യാത്ര ചെയ്തായിരുന്നു മുൻപ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, വൈകിട്ട് എത്തുന്നത് 7:30 7:45 അതിൻ്റെ ഇടയിൽ വെളുപ്പിന് എഴുന്നേറ്റ് പണികൾ. എന്നാലും ഞാൻ അടുക്കളയിൽ ഇത് ഓണാക്കി വെക്കും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ നിത്യമുള്ള തിരി കത്തിച്ചുള്ള പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കും. അപ്പോൾ ഡെയിലി ബ്രെഡ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കും. അതിലൂടെ ഓരോ ദിവസത്തെ പ്രശ്നത്തിനും എന്തെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട് അന്ന് അച്ഛൻ അത് പ്രസംഗത്തിൽ പറയും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ദിവസം വളരെ വിഷമിച്ച് ഒരു കാര്യത്തിൽ ഡിപ്രഷൻ ആയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ജോലി സ്ഥലത്ത്. എന്ത് പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛനിന്ന് പറഞ്ഞു ഇങ്ങനെ ഡിപ്രഷനിലായിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാറ്റം. അതുപോലെ എന്ത് പ്രശ്നമാണോ നമ്മൾ അന്ന് അഭിമുഖീകരിക്കുന്നത് അതാണ് പറയുന്നത്. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ അനുദിനം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒത്തിരി പ്രവർത്തനങ്ങൾ നൽകിയത്. പിന്നെ എനിക്ക് ആദ്യമായിട്ടൊരു ജോലി PGക്ക് ശേഷം ജോലി കിട്ടിയപ്പോൾ മുതൽ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ദശാംശം ഇവിടെ ഉടമ്പടിക്ക് വന്നതിന് ശേഷം കൃത്യമായിട്ട് അത് ഞാൻ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്കായിരിക്കാം, അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. പിന്നെ ചില സന്ദർഭങ്ങളിൽ അനാഥാലയങ്ങളിൽ പോയി കുട്ടികളെ കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്നാൽ കഴിയുന്ന സമയം എൻ്റെ കഴിവിനൊത്ത് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി അനുഭവങ്ങൾ ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഉടമ്പടി ഇപ്പം ഹസ്ബൻഡിനാണെങ്കിലും ഇവിടുത്തെ ഉടമ്പടിയിലും ഇതിലൊക്കെ ഒത്തിരിയും വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാവിൻ്റെ ഉപ്പിലാണെങ്കിലും തൈലത്തിലാണെങ്കിലും തേനിലാണെങ്കിലും ഒക്കെ അതിലൂടെയൊക്കെ ഉപയോഗത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അനുദിനം മാതാവ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അളവറ്റ സ്നേഹത്തിന്, തിരുക്കുമാരൻ്റെ അളവറ്റ സ്നേഹത്തിന് 1 കോടി നന്ദി. ഇവിടെ വന്ന് നിൽക്കാൻ അവസരം തന്നതിന് 1000 നന്ദി. അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേരും മിനി. ഞാൻ കോട്ടയം കുറവിലങ്ങാട് ഇടവകാംഗമാണ്. 2025 ഏപ്രിൽ 5-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ ഒരു വിഷമാവസ്ഥയിൽ എന്നോട് പറഞ്ഞത്. അത് ഈ മോടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. ഇവർ കുടുംബസമേതം നെതർലൻഡിൽ താമസിക്കുന്നു. മോടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ആ സമയത്ത് പ്ലേ സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുഞ്ഞിന് അസുഖമായി. അതൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് തന്നെ പേരൻസിനും അസുഖം ബാധിച്ചു. ആ സമയത്ത് അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ മോടെ അസുഖം കുറയാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഒത്തിരി ശക്തമായിട്ടില്ലായിരുന്നു ആ സമയത്തെങ്കിലും മാർച്ച് ലാസ്റ്റ് വീക്കോടുകൂടി പനി വല്ലാതെ കൂടി. തീർത്തും ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ 4 പ്രാവശ്യം തന്നെ ആ സമയത്ത് ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു. ലാസ്റ്റ് മാർച്ച് 31 അവർ വീണ്ടും രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മോൾക്ക് നല്ല രീതിയിൽ വോമിറ്റിംഗ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ വളരെ 2 ദിവസമായി ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞ് മോള് തിരിച്ചു പോയി. വീട്ടിൽ ചെന്നത് കണ്ടീഷൻ തീർത്തും മോശമായി. അങ്ങനെ വീണ്ടും അന്ന് വൈകിട്ട് തന്നെ തിരിച്ച് എമർജൻസിയിലാണ് അവർ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. ആ സമയത്ത് മോൾക്ക് ബോധം മറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാതെയാണ് എമർജൻസി ചെല്ലുന്നത്. അവിടെ ചെന്ന് കുറച്ച് സമയത്തിനകം തന്നെ മോൾ അബോധാവസ്ഥയിലേക്ക് പോയി. അവിടെ കണ്ണ് തുറക്കുന്നില്ല, ബോഡി ഫങ്ഷനിങ് വീക്കായി. പെട്ടെന്ന് തന്നെ അവർ ICUയിലേക്ക് മാറ്റി. അവിടെ നിന്ന് വെൻറ്റിലേറ്ററിലേക്കാക്കി. അതായത് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് പനിയുണ്ടായിരുന്നയാൾ വെൻറ്റിലേറ്ററിലാണെന്നാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ആ ഒരവസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജപമാല മുറുക്ക പിടിച്ചു. ആ സമയത്ത് തന്നെ മോടെ ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആൾ ഓൾറെഡി മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു പനിക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ കേട്ടത് വെൻറ്റിലേറ്ററിൽ നിന്ന് 2 ദിവസത്തിനകം മാറ്റുമായിരിക്കുമെന്നാണ്. പക്ഷെ 4 ദിവസമായിട്ടും മോള് കണ്ണ് തുറക്കുന്നില്ല, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ 5-ാമത്തെ ദിവസമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് ന്യൂമോണിയ കൂടിപ്പോയി, ആൾ സെപ്റ്റിക് ഷോക്കിലാണ്, കണ്ണ് തുറക്കുന്നില്ല,
അവർക്ക് അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം തിരി കത്തിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി തൈലം മോളെ വിചാരിച്ച് തന്നെ മാതാവിനെ നോക്കി പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് കൃപാസനത്തിലെ പത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സാക്ഷി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണം, ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന്. ഞാനിത് പറഞ്ഞതും പെട്ടെന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. എന്നോട് മോളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി അവൾ കണ്ണ് തുറന്നു, അവൾക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ സംസാരിച്ചു, അവൾ റെസ്പോണ്ട് ചെയ്തു. ആ സമയമാണ് അവൾ കണ്ണ് തുറന്നെന്ന് ഞാൻ അറിയുന്നത്. അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു, മാതാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ. അതിനുശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ലങ്സ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് ട്യൂബ് ഇടേണ്ടി വന്നു. അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു, സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം. അപ്പോൾ മോൾ എന്നോട് പിറ്റേ ദിവസം 13-ാം തീയതിയാണ് വിളിച്ച് പറയുന്നത്, അമ്മ വീണ്ടും കൃപാസനത്തിൽ പോകണം, ഇനിയും ഇങ്ങനെ ഒരു വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ ലങ്സ് അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പം ക്ലിയർ ആകണമെന്ന്. ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. അന്ന് വൈകിട്ട് ഞാൻ ചെല്ലുമ്പം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ചെക്കപ്പ് കഴിഞ്ഞു, ഡോക്ടേഴ്സ് വന്നിരുന്നു, എൻ്റെ ലങ്സ് ക്ലിയറാണ്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു, ഇനി ട്യൂബുകളൊക്കെ മാറ്റി തുടങ്ങും, എന്നെ വാർഡിലേക്ക് മാറ്റുമെന്ന്. ഇത് കുറഞ്ഞത് 6 മാസമെങ്കിലും, ആദ്യം കേട്ടത് 1 വർഷം റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നാണ്, കുറഞ്ഞത് 6 മാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ വളരെ വേഗം തന്നെ സൗഖ്യപ്പെട്ടു. ഏതാണ്ട് 2 മാസത്തിനകം നാട്ടിൽ വരാൻ സാധിച്ചു. പിന്നെ ഈ മാസം വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇന്ന് അവൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. മാതാവ് അവളെ രോഗവിമുക്തി നേടിക്കൊടുത്തു. ഇനി 2ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സമയം തന്നെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പേരൻസ് ഇല്ലാതെ ചെറിയ കുട്ടിയെ ആ നാട്ടിൽ നിന്നും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമയത്തും നാട്ടിലും വിദേശത്തുമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ കഴിവിനൊരു പരിമിതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു നിസ്സഹായ അവസ്ഥയിൽ അവിടുത്തെ ഹോസ്പിറ്റലുകാർ തന്നെ എംബസിയിൽ ഇടപെട്ടു. അങ്ങനെ മോളുടെ കുഞ്ഞിനെ സേഫായിട്ട് 2 ആഴ്ചക്കകം തന്നെ നാട്ടിലെത്തിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അങ്ങനെ 6 നിയോഗങ്ങൾ വെക്കാമെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഉടമ്പടി എടുക്കുമ്പോൾ. അങ്ങനെ ആദ്യത്തെ 2 കാര്യവും ഞാൻ മോൾക്ക് വേണ്ടിയാണ് വെച്ചത്. അത് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നടത്തി തന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിക്കൊടുത്തിരുന്നു. അതെനിക്ക് കൊടുക്കുന്നതിന് മടിയൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ കൂടാറുണ്ട്, ആരാധന ധ്യാനങ്ങൾ അതൊക്കെ കൂടാറുണ്ട്. പിന്നെ ഞാൻ അത് ഷെയർ ചെയ്യും, എല്ലാ ദിവസവും തന്നെ സ്റ്റാറ്റസ് ഇടും. അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ, ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വരം അല്ലെ ഒരു കൃപ മാതാവ് തന്നു. അതോടൊപ്പം കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് ഞാൻ നേരത്തെയും കൊടുക്കാറുണ്ട്, പക്ഷേ അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ അന്നും ഇന്നും കരുതുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള മറ്റു കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനുള്ളത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒത്തിരിയധികം നന്ദി പറയുന്നു. എന്നെ ആക്ച്വലി വെൻറ്റിലേറ്ററിൽ നിന്ന് ഐസിയുയിലേക്ക് മാറ്റിയപ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ അസുഖം എന്താണെന്ന് എനിക്ക് അതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത് എൻ്റെ റിക്കവറി നല്ല സ്പീഡിലായിരുന്നു എന്നും ഡോക്ടറിൻ്റെ ജീവിതത്തിൽ മിറക്കിളാണെന്നും. അപ്പം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മാത്രമാണ് എനിക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ പറ്റിയത്. എല്ലാവർക്കും ഒത്തിരി. പേര് ക്രിസ്റ്റീന, ഞാൻ ന്യൂഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവല്ലയാണ് എൻ്റെ സ്വദേശം. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ കുഞ്ഞാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്.
2023 എൻ്റെ വിവാഹം. വിവാഹത്തിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു പൊന്നോമനെ ദൈവം നൽകുന്നത്. 1 വർഷത്തിന് ശേഷം ഗർഭിണിയായപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നോർമൽ സ്കാനിങ് ആയിരുന്നു. എല്ലാം ഒരു കുഴപ്പവും ഇല്ലാതാണ് എല്ലാം നടന്നു പോയത്. എന്നാൽ 5-ാം മാസത്തെ അനോമലി സ്കാനിങ്ങിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ദുഃഖം നൽകുന്നൊരു വാർത്ത ഡോക്ടർ പറയുന്നത്. കുഞ്ഞിന് CDH ആണെന്ന് പറഞ്ഞു. അതായത് ലെഫ്റ്റ് കൺജൻഷ്യൽ ഡയഫ്രമാറ്റിക് ഹെർണിയ. കുഞ്ഞിൻ്റെ ഇടത്ത് വശത്ത് നമ്മുടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനിൽ കുഞ്ഞിനൊരു ഹോള് വീണിട്ട് കുഞ്ഞിൻ്റെ വയറും കുടലും ഇടത്ത് വശത്തേക്ക് മുകളിലേക്ക് കയറി. അപ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസകോശം, ഇടത്ത് വശത്തെ ശ്വാസകോശം വളരെ ചെറുതാണ്. കുഞ്ഞ് ശ്വസിക്കാൻ പാടുപെടും. കുഞ്ഞ് ജനിച്ചാൽ സർവൈവൽ ചാൻസ് 30% താഴെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്ങനെ ആയിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഡോക്ടർ പറഞ്ഞു 5 മാസമല്ലേ ആയുള്ളൂ, അബോഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്രയും നിന്ന് കാത്തിരുന്നൊരു കുഞ്ഞിനെ അബോഷൻ ചെയ്ത് കളയാമെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അബോഷൻ ചെയ്യില്ല. എനിക്കൊരു വചനം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്ന ജീവനാണ്, അതെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഞാൻ അബോഷൻ ചെയ്യില്ല. ഇത്ര വരെ എത്തിച്ച മാതാവ് എന്ത് വന്നാലും ഈ കുഞ്ഞിനെ എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഡോക്ടർ പറഞ്ഞു ഞാൻ 2-3 ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യാം. ഡോക്ടർ 2-3 ഹോസ്പിറ്റലിലൊക്കെ റെഫർ ചെയ്തു. ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. എന്നാൽ എല്ലാ ടെസ്റ്റുകൾ ചെയ്തിട്ടും എല്ലാ ഡോക്ടേഴ്സും ഒരു പല്ലവി മാത്രം പറഞ്ഞു, അബോഷൻ. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയില്ല. പക്ഷെ എൻ്റെ വിശ്വാസം ഞാൻ കൈവിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എനിക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ഇതിനെ ജീവനോടെ എന്നെ ഏൽപ്പിച്ച് തന്നേക്കണേന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം ഞാൻ ഡൽഹിയിലായിരുന്നു. എനിക്കപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കേൾക്കും. എന്നും ആ കൃത്യസമയത്ത് ഞാൻ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. എന്താണെന്നറിയത്തില്ല, അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം ഭയങ്കര ഊർജ്ജമാണ്. അച്ഛൻ പറയുന്ന ഓരോ പ്രാർത്ഥനയാണെങ്കിലും അച്ഛൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയുന്നൊരു വാചകമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം അമ്മേ, പരിശുദ്ധി അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന്. ഞാൻ ഓരോ രാവും പകലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു വാചകം ഇത് മാത്രമായിരുന്നു. എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ ഒരു ശക്തി വന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ അമ്മ പറയും നീ സങ്കടപ്പെടരുത്. ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടമില്ല, എൻ്റെ മാതാവ് എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നു, അച്ഛനെ കാണാൻ വന്നു. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാനിവിടെ നിത്യാരാധനയുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം ചാരി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കൈ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം, എൻ്റെ കുഞ്ഞിനെ ചേർത്ത് ഞാൻ സാക്ഷ്യം പറയാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് വീണ്ടും ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ തിരിഞ്ഞു തലയിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു കളഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛാന്ന് വിളിച്ചു. അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എന്നോട് അബോഷൻ ചെയ്യാനാ അച്ഛാ ഡോക്ടർ പറയുന്നേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാന്ന് പറഞ്ഞു. അച്ഛൻ തിരിഞ്ഞു നിന്ന് മാതാവിനോട് നോക്കി പ്രാർത്ഥിച്ചിട്ട് എന്നോട് തിരിഞ്ഞു നിന്ന് എൻ്റെ കവളത്ത് തട്ടി പറഞ്ഞു, കരയരുത്, പ്രാർത്ഥിച്ച് നീ പോയി സ്കാൻ ചെയ്യ്, കർത്താവ് അടയാളം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ പോയി സ്കാൻ ചെയ്തു. വെറും 30% താഴെ കുഞ്ഞ് സർവൈവ് ചെയ്യൂ എന്ന് പറഞ്ഞ ആ സ്കാനിങ് റിപ്പോർട്ട് തിരുത്തി എഴുതിക്കൊണ്ട് 60% മണ്ടയ്ക്ക് കുഞ്ഞ് സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അവിടെ ഒരു കടമ്പയുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു സർവൈവൽ ചാൻസ് 60 ഉള്ളൂ, പക്ഷെ നമുക്കൊരു സർജറി ചെയ്യാം, ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്കൊരു സർജറി ചെയ്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. ആ സർജറി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. അത് വളരെ വലിയൊരു സർജറി ആയിരുന്നു. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം തികയുന്നതിന് മുമ്പേ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ നിന്ന് സർജറി ചെയ്തെടുത്ത് കുഞ്ഞിനെ സർജറി ചെയ്ത് കുഞ്ഞിൻ്റെ ആ ഹോളിലേക്ക് ഒരു ബോൾ ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു. ആ ബോളിൻ്റെ വിലയെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. മൊത്തം സർജറി എന്ന് പറയുന്നത് ഏകദേശം 9 ലക്ഷം രൂപയോളം മണ്ടയ്ക്ക് വരും. അപ്പോഴും ഡോക്ടർ പറയുന്നു 100% സർവൈവൽ ചാൻസ് ഇല്ല. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഡെയിലി ബ്രെഡുകളെല്ലാം കേൾക്കാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിവിടെ ഒരു സാക്ഷ്യം കേട്ടു. ഒരു ചേട്ടൻ പറയുന്ന സാക്ഷ്യം കേട്ടു. എൻ്റെ കുഞ്ഞിൻ്റെ അതേ അസുഖമായിട്ട് ഇവിടെ വന്ന് അമ്മ മാതാവ് ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് രക്ഷപ്പെടുത്തിയൊരു സാക്ഷ്യം. അതുകൂടെ കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, നിൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടാനം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിക്കുക, ഇതിന് സർജറിയൊക്കെ ഉണ്ട്, പക്ഷേ പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥന മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെ SAT ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തേക്ക് റെഫർ ചെയ്തു. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പോയി. ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയും എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ തന്നെ പറയുന്നത്, കുഞ്ഞ് സർവൈവൽ ചാൻസ് കുറവാണ്, പക്ഷേ നമ്മൾ സർജറി ചെയ്യാം, പക്ഷേ എല്ലാത്തിനും മുകളിൽ ദൈവമുണ്ട്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 8ാം മാസമായപ്പോൾ എനിക്ക് BP ഭയങ്കര ഹൈ ആയി.
BP ഹൈ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കുഞ്ഞിനെ നമുക്ക് ഡെലിവറി ചെയ്തേ പറ്റൂ. അങ്ങനെ ഫെബ്രുവരി 28 ഞാൻ സുഖപ്രസവത്തോടെയാണ് എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയത്. പക്ഷേ ജന്മം നൽകിയപ്പോൾ ഇവളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2.1 കിലോഗ്രാം മാത്രമായിരുന്നു. എനിക്ക് പ്രസവവേദന എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാവരും കിടന്ന് കരയുന്നു. ഞാൻ അമ്മയോട് പറയാം, അമ്മ എന്നെ സിസേറിയൻ ചെയ്യാൻ പറ, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസേറിയൻ ചെയ്യില്ല, നമ്മൾ നോർമൽ ഡെലിവറിയിൽ കൂടെ തന്നെ കുഞ്ഞിന് ജന്മം നൽകിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കണം, എനിക്ക് വേദന, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എൻ്റെ വേദന സ്റ്റാർട്ട് ചെയ്ത് മുതൽ എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും, അമ്മയെ പരിശുദ്ധി അമ്മയെ കൃപാസനം പ്രസാദപര മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്നുള്ള ഈ 3 പ്രാർത്ഥനകളല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു കരച്ചിലും എൻ്റെ വായിൽ നിന്ന് വന്നില്ല. ഡോക്ടേഴ്സ് ചോദിച്ചു നീ എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഇതേ പ്രാർത്ഥിക്കൂ. അത്രയും വേദന എടുത്ത് കരഞ്ഞ് ഈ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വേദന പകുതിയായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫെബ്രുവരി 28 11:30 ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി. ജനിച്ച ഉടനെ ഇവളെ നേരെ NICUവിലാണ് കൊണ്ടുപോയത്. ഡോക്ടർ പറഞ്ഞിരുന്നു നമ്മൾ 48 മണിക്കൂർ കുഞ്ഞിനെ NICUവിൽ കിടത്തും, അവിടെ കുഞ്ഞ് സ്വയമേ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറി ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ 48 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം. അങ്ങനെ കുഞ്ഞിനെ സർജറി ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോഴാണ് സർജറി ചെയ്യാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുന്നില്ല. സർജറിക്ക് കയറ്റി 3.5 മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് എൻ്റെ കുഞ്ഞിനെ ചെയ്തത്. ആ ഓരോ 3.5 മണിക്കൂറും ഞാൻ അച്ഛൻ എനിക്ക് തന്നൊരു കാശ് രൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത്രത്തോളം മാതാവേ നീ എന്നെ എത്തിച്ചു, എൻ്റെ കുഞ്ഞിനെ എനിക്കിങ്ങനെ തന്നേക്കണേ മാതാവേ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥന നീ കൈവിടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3.5 മണിക്കൂറിൻ്റെ സർജറി കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സർജറി സക്സസ്ഫുൾ ആണ്, പക്ഷെ 48 മണിക്കൂർ കഴിയാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം 48 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. കാരണം കുഞ്ഞിൻ്റെ ആ സർജറി ചെയ്ത ഹോൾ വന്നെന്ന് പറഞ്ഞ ഭാഗത്തൊരു ഹോളല്ല, അത്രയും ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് എടുത്ത് തയ്ച്ച് വെച്ചിരിക്കുകയാണ്. സർജറി കഴിഞ്ഞു, പക്ഷേ സർവൈവൽ ചാൻസ് പറയാറായില്ല, 48 മണിക്കൂർ കഴിയട്ടെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു ഇല്ലമ്മേ, എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരും, കൃപാസനത്തിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്കതിനിട വരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ 48 മണിക്കൂറെന്ന് പറഞ്ഞ ഡോക്ടർ 24 മണിക്കൂറിന് ശേഷം ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന്. 10 ദിവസം കഴിഞ്ഞേ നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞ ഡോക്ടർ 5ാമത്തെ ദിവസം പറഞ്ഞു കുഞ്ഞെ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്നും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്യുമായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ എന്നും ഹസ്ബൻഡിന് ഓരോ പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കും. ഹസ്ബൻഡ് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടും ഡൽഹിയിലായിരുന്നു. ഞാൻ നാട്ടിലെത്തിയതുകൊണ്ട് ഹസ്ബൻഡ് എനിക്ക് ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തരുമായിരുന്നു. എൻ്റെ പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പ ഉടമ്പടി എടുത്തതിന് ശേഷം പപ്പ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ 2 പേരും പപ്പയുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. വൈകിട്ടാണെങ്കിലും ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന കൊണ്ട് എനിക്കറിയില്ല, മാതാവ്, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മാതാവ് ഇത്രയും താഴ്ന്ന എന്നെ മാതാവിൻ്റെ സാക്ഷിയാക്കി മാറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇന്ന് എത്ര പേരിലേക്ക് എനിക്ക് മാതാവിൻ്റെ ഈ സാക്ഷി എത്തിക്കാൻ സാധിക്കുമോ ഒരുപാട് പേരിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. NICUവിൽ കുഞ്ഞ് കിടന്നിരുന്ന സമയത്ത് നമുക്ക് ഒരു നേർച്ച വസ്തുക്കളൊന്നും കയറ്റാൻ പറ്റില്ല, അകത്തോട്ട് ഒന്നും കയറ്റാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പപ്പ എൻ്റെ കയ്യിൽ ഒരു തുള്ളി തൈലം തന്നിട്ട് പറഞ്ഞു നീ ഇത് കുഞ്ഞിന് കൊണ്ട് തൂക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സ് കാണാതെ ഞാൻ ആ തൈലം കൊണ്ട് തൂത്തു. ആ തൈലം കൊണ്ട് തൂത്തപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് കരയുന്നൊരു സൗണ്ട് ഞാൻ കേൾക്കുന്നത്. അതുവരെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ചീള സൗണ്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കിടന്നിരുന്നൊരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ചേച്ചി അതെന്താ എനിക്കിവിടെ തരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മ മാതാവിനെ പറ്റി പറയാൻ കിട്ടിയ ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഇവളെ എനിക്ക് കിട്ടിയത്, ഇത് തൈലം തൂത്താൽ മതി എന്ന് പറഞ്ഞു. അവരുടെ കുഞ്ഞിന് എന്തോ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ അവരത് തൂത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ 20ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു വയറിനുള്ളിൽ വെച്ച് വളരേണ്ട ശ്വാസകോശമാണ് കുഞ്ഞിൻ്റെത്, അതിനി 1.5 വയസ്സ് കൊണ്ടേ അത് പൂർണ്ണമായിട്ട് വളരുകയുള്ളൂ, കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കുഞ്ഞിനെ ആരുമായിട്ടും അടുപ്പിക്കാൻ പാടില്ല, നമ്മളെല്ലാം എടുക്കുമ്പോൾ അത്ര കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. വെയിറ്റ് ഒക്കെ വെക്കാൻ താമസമാണ്, പാല് കുടിക്കാൻ താമസമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നെ കൈവിടില്ലെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞു 1.5 മാസം പുറകിൽ ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് കമന്ന് വീഴാനാണെങ്കിലും നോർമൽ ഒരു ബേബി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും കുഞ്ഞ് ലേറ്റായിട്ടേ ചെയ്യൂ. പക്ഷേ ഇന്ന് 6 മാസം പൂർത്തിയായി എൻ്റെ കുഞ്ഞിന്. ഇവളിപ്പം കമന്ന് വീഴാൻ തുടങ്ങി, പതുക്കെ നീന്താൻ തുടങ്ങി, നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങി.
അതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവൾ അനങ്ങില്ല വയറിൽ കിടന്ന്. ഞങ്ങൾക്ക് പേടിയായിരുന്നു. പക്ഷേ എത്ര മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു, മാതാവിൻ്റെ പാട്ട് പാടുന്നു, എൻ്റെ കുഞ്ഞ് വയറിൽ കിടന്ന് ചവിട്ടുമായിരുന്നു. അതെന്താ അറിയത്തില്ല. ഇന്നും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ 3 പേര് ഒന്നിച്ചിരിക്കുമ്പോൾ മാതാവിൻ്റെ പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേന്ന് ഞങ്ങൾ ചൊല്ലുമ്പം അവൾ അവളുടേതായ ഭാഷയിൽ മൂളും. അതെന്താണെന്നറിയില്ല. അവൾക്ക് വേറെ ഒരു പാട്ട് പാടിയാലും അവൾ റിയാക്ട് ചെയ്യില്ല. മാതാവിൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അവൾ നമ്മുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കും. അത് മാതാവ് തന്ന കുഞ്ഞാ. അങ്ങനെ അത് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് മാതാവിൻ്റെ പേര് ചേർത്തിടുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് കിട്ടിയത്. ഞാൻ ഇവക്ക് ഹെയ്സൽ മരിയ ലൈജു എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹെയ്സൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കണ്ടു, ഗോഡ് സീസ് എന്നാണ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, കണ്ടു. അങ്ങനെ എനിക്ക് ഈ പൊന്നോമനെയാണ് എൻ്റെ ദൈവം എനിക്ക് തന്നത്. ഞങ്ങൾ ഡൽഹിയിലായിരിക്കുമ്പം നമുക്ക് ഇവിടുന്ന് പത്രമൊന്നും കിട്ടില്ല. അവിടെയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പള്ളികളിൽ കൊണ്ടുവെക്കുമായിരുന്നു. ഞാനൊരു ഡൽഹി ആർച്ച് ഡയസിസിനാണ് വർക്ക് ചെയ്യുന്നത്. ബിഷപ്പ് ഹൗസിലെ സിവിൽ എഞ്ചിനീയർ ആണ് ഞാൻ. അപ്പോൾ അങ്ങനെ പത്രം കിട്ടുമ്പോൾ ഞാനും ഹസ്ബൻഡും അത് എടുത്തിട്ട് അടുത്തുള്ളവർക്ക് കൊടുക്കും. മാക്സിമം എത്ര പേരിലേക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എത്തിക്കാവോ, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ, സാക്ഷ്യങ്ങൾ എത്തിക്കാവോ, അത്രയും ഇതായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളായിരിക്കും മാതാവ് എന്നെ തിരഞ്ഞെടുത്തത്. ഇത്രയും താഴ്ന്നു കിടന്ന് എന്നെ മാതാവ് തിരഞ്ഞെടുത്ത് മാതാവിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൽ 1000 നന്ദിയുണ്ട് മാതാവിന്. എത്ര പറഞ്ഞാലും മാതാവിനുള്ള നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എൻ്റെ കുഞ്ഞിനെ ഇത്ര ആരോഗ്യവതിയായിട്ട് തന്നതിൽ അമ്മയ്ക്ക് 1000 നന്ദി അമ്മേ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് ആദ്യം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ പെരുവണ്ണാമൊഴിയിൽ നിന്നാണ് വരുന്നത്. 2022 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ 10 പ്രാവശ്യം ഇപ്പം ഉടമ്പടി പുതുക്കി. ഇത് 4-ാമത്തെ പ്രാവശ്യമാണ് ഈ തിരുവൽത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ഏകദേശം 40 വർഷത്തോളമായി എനിക്കൊരു അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു. കുഞ്ഞുനാളിലൊക്കെ എന്തെങ്കിലും പൊടിയോ വെയിലത്ത് കളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരം തടിച്ചു വരും, ചുണങ്ങ് പോലെ ഇങ്ങനെ ശരീരത്തിലുണ്ടാകുമായിരുന്നു. കുറച്ച് പ്രായമായി കഴിഞ്ഞ് ഞാൻ 2 വീലർ ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് എപ്പോഴും എൻ്റെ കയ്യിലും പുറത്തുമൊക്കെ ചുണങ്ങ് പോലെയായിരുന്നു. ഇതൊരുപാട് എനിക്ക് മാനസികമായ വിഷമമുണ്ടാക്കി. ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് ചികിത്സകളൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഞാനിങ്ങനെ കൊണ്ടുവന്നു. ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ്. അപ്പോൾ ഈ ചുണങ്ങുള്ളത് കൊണ്ട് അത് വളരെ വിഷമമുണ്ടാക്കിയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായി എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ 2022-23 ശേഷം എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമില്ല. പരിശുദ്ധ അമ്മ വഴിയായി എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു വലിയ ഇറക്കമുണ്ട്. അപ്പോൾ ജലനിധിയുടെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ മിറ്റിൽ നിരത്തിയിട്ടിരുന്നു. ആ ഇറക്കത്തിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ ബാലൻസ് പോവുകയും വണ്ടി മറിയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം സ്ഥിരമായി നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനൊരു കയ്യിൽ തൊലി പോയതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായില്ല. ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ 2 പേരെയും രക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈ തിരുവൽത്താരയിൽ വെച്ച് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കുറേ നാളുകളായി എൻ്റെ വീട്ടിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആർക്ക് രോഗം വന്നാലും നമ്മൾ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പുമാണ് അതിന് മരുന്നായി ഉപയോഗിക്കുന്നത്. എൻ്റെ വലത് കൈയിൽ ഈ തള്ളവിരലിൽ 2022 മുതൽ ഒരു കുഴിനഖം പോലെ വിരച്ചുട്ട് പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ ഞാൻ ചെറുനാരങ്ങയിൽ ഉപ്പൊക്കെ തേച്ച് ഇങ്ങനെ പോയി. പക്ഷേ അതിനൊരു മാറ്റവും വന്നില്ല. ശക്തമായ വേദന ഒക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചു. പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും കൂട്ടി യോജിപ്പിച്ച് ആ വിരലിൽ 3 ദിവസം ഞാൻ പുരട്ടുന്നുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെയൊരു കയ്യിൽ ഇങ്ങനെയൊരു വിരച്ചിട്ടുള്ളതുപോലെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ അങ്ങനെയൊരു അസുഖം എൻ്റെ ഈ വിരലിന് വന്നിട്ടുണ്ട് എന്ന് പോലും തോന്നില്ല. പരിശുദ്ധ അമ്മ വഴി തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഈ തിരുവൽത്താരയിൽ അമ്മയ്ക്ക് സാക്ഷ്യമായി പറയുകയാണ്. എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു മുള്ള് കൊണ്ടതിനാൽ അതൊരു വലിയ ആണിയായി രൂപാന്തരപ്പെട്ടിരുന്നു. അപ്പം നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ചെരുപ്പിട്ട് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
വളരെ വേദന സഹിച്ചിരുന്ന ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉപ്പും കൂട്ടി യോജിപ്പിച്ച് അവിടെ പുരട്ടിയതിൻ്റെ ഫലമായി ഞാൻ പോലും അറിഞ്ഞില്ല, ആ ആണിയുടെ പാടുപോലും ഇല്ലാതെ എൻ്റെ കാല് സൗഖ്യപ്പെട്ടു. ഇതും വിശുദ്ധ തൈലം ഉപയോഗിച്ച് എനിക്ക് അമ്മ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു ദിവസം എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. അതെപ്പോഴും ഒരു ചെപ്പിനകത്താക്കിയാണ് ഞാനത് കൊണ്ടുവന്ന് നടന്നിരുന്നത്. കാണാതെ വന്നതോടുകൂടി എനിക്ക് ഉറക്കമില്ലാതെയായി, ആകെ അസ്വസ്ഥതയായി. ഞാൻ തിരയാത്ത സ്ഥലമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞാനിത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളാം, എനിക്ക് അമ്മയത് കണ്ടെടുത്ത് നീ തരണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കുറേ പ്രാവശ്യം അടിച്ചു വാരിയതാണ് എങ്കിലും ഒരു ദിവസം വീടിൻ്റെ മുറിയിൽ നിന്ന് തന്നെ അത്ഭുതകരമായി ആ കാശുരൂപം യാതൊരു കേടുപാടുമില്ലാതെ എനിക്ക് ലഭിച്ചു. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കൊണ്ട് അമ്മ എൻ്റെ അടുത്ത് വീണ്ടും വന്നതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 2022 മുതൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആദ്യമൊക്കെ ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കൂടുതൽ സമയം അരമണിക്കൂർ മുടങ്ങാതെ എല്ലാ ദിവസവും തിരുവചനം വായിക്കുവാനും കൊന്ത കൂടുതൽ ചൊല്ലുവാനുമൊക്കെ അമ്മ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ പെൻഷനേഴ്സിൻ്റെ സംഘടനയിൽ കൈത്താങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിനായി എല്ലാ പെൻഷനേഴ്സും അതിൽ കൃത്യമായി ഒരു സംഖ്യ നിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ 10-12 ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വാങ്ങുന്നതിനുള്ള സംഭാവന നൽകുന്നു. അതിൽ അംഗമാകാൻ എനിക്ക് സാധിച്ചു. മുടങ്ങാതെ ആ ചികിത്സാ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പഞ്ചായത്തിനടുത്തുള്ള പഞ്ചായത്തിൽ ഒരു അഗതി മന്ദിരമുണ്ട്. വൃദ്ധരായ അമ്മമാരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം. അവിടെ എല്ലാ മാസവും പോവുകയും അവർക്ക് ആവശ്യമായ ലഘുഭക്ഷണം നൽകാൻ അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ അമ്മമാരോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷജനകമായ ഒരു കാര്യമാണ്. പിന്നെ നിർധനരായ അമ്മമാരെ താമസിക്കുന്ന സ്ഥലത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് പോയി അവരെ താമസ സ്ഥലം വൃത്തിയാക്കാനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ആത്മീയമായി ഒരു ഉണർവുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ, വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിലെല്ലാം, ഉടമ്പടി പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് മൂലം ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിത രീതിയിലും ജീവിത മേഖലകളിലും പഠന മേഖലകളിലും ജോലി മേഖലകളിലുമെല്ലാം പരിശുദ്ധ അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും തന്ന എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 14 ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ മദ്യപാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുഞ്ഞിലായിരുന്ന ടൈമിൽ എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപാനമായിരുന്നു. ഒരു നല്ല അവസ്ഥയായപ്പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മദ്യവെച്ച് ഒരുമാതിരിയൊക്കെ ആയപ്പം നമ്മൾ ഒരിക്കലും മാറത്തില്ല എന്നാണ് വിചാരിച്ച അച്ഛൻ്റെ മദ്യപാനം. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛൻ്റെ മദ്യപാനം എല്ലാം മാറി. അമ്മയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് അച്ഛൻ്റെ മദ്യപാനം ഞാൻ മാറ്റിയത്. അച്ഛൻ കഴിക്കുന്ന ചോറിൻ്റെ അകത്ത് ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കഴിച്ചതിൻ്റെ ഫലമായി അച്ഛൻ്റെ മദ്യപാനം പെട്ടെന്ന് മാറി. ഛർദ്ദിക്കുമായിരുന്നു അത് കഴിക്കുന്ന ടൈമിൽ പെട്ടെന്ന്. അപ്പം അച്ഛൻ വിചാരിച്ചത് വേറെന്തോ രോഗമാണെന്നൊക്കെയാണ് അച്ഛൻ വിചാരിച്ചത്. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് മാറി. ഇപ്പോൾ 1 ഇയറായി അച്ഛൻ വെള്ളം അടിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ ഇപ്പം കുടിക്കത്തൊന്നും, നല്ല ദിവസമായപ്പോലും അച്ഛനിപ്പോൾ വെള്ളം കുടിക്കത്തൊന്നുമില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊരു കേസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴിത്തർക്കമായിരുന്നു. അത് ഒരു 1 ഇയർ 2 ഇയർ അടുത്തോളം ഉണ്ടായിരുന്നു ആ പ്രശ്നം. ഇങ്ങനെ
കായലിലാണ് അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ്. അപ്പം അങ്ങനെ പോകുന്നതിന് കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോകണ്ട, ഇങ്ങനെ കുറച്ച് പ്രശ്നമായപ്പോൾ അവർ പറഞ്ഞ് ഇനി ഇതുവഴി പോകണ്ട. അപ്പോൾ അവരുടെ ഭാര്യനെന്തോ അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്ത്. അങ്ങനെ നമ്മൾ 1 ഇയർ ഇതിൻ്റെ പുറകെ നടന്നു. എന്ന് വെച്ചാൽ കോടതി കയറി ഇങ്ങനെ നടന്നതിൻ്റെ നമുക്ക് പറ്റത്തില്ല. അച്ഛൻ അത് കഴിഞ്ഞിട്ട് പോസ്കോ കേസാക്കി മാറ്റി അവർ. എന്നിട്ട് ഒരു 1 ഇയർ ഇതിൻ്റെ പുറകെ നടക്കുക. അച്ഛൻ ഇങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവറായിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞ് ആ ജോബൊക്കെ വിട്ടിട്ട് ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവറായി കഴിഞ്ഞപ്പം ഇങ്ങനെ ആ ജോബിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലീവ് എടുക്കാൻ പറ്റൂല. അപ്പോൾ ലീവൊക്കെ എടുത്ത് ഇങ്ങനെ അവരോടൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ ആ കേസിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മടുത്ത് ഇങ്ങനെ കേസിന് പോകാനായിട്ട്. അങ്ങനെ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും തൈലവും കൂടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ്റെ കൊടുത്ത് ആ കോടതിയിൽ ഇടാൻ പറഞ്ഞു, ആ ഉപ്പും തൈലവും കൂടി. അപ്പം ഇട്ട് ഒരു 2 month കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കേസ് എന്തെങ്കിലും പോയി മതി, ഇനി എനിക്കിതിൻ്റെ പുറകെ അടക്കാൻ വയ്യ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ദിവസവും ഇരുന്ന് പ്രാർത്ഥന, ഈ കേസ് എന്തെങ്കിലും ഒന്ന് പോയാൽ മതി, നമുക്ക് ഇനി ഇതും കൊണ്ട് പോകാൻ വയ്യ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് അവർ വന്നിട്ട് പറയും നമുക്കിനി കേസിന് പോകാൻ താല്പര്യമില്ല, ഈ വ്യക്തി അല്ല നമ്മൾ ഇങ്ങനെ അനാവശ്യമൊന്നും പറഞ്ഞത്, വേറെ ആളാണെന്നും പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കി വിട്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് അച്ഛനല്ല പറഞ്ഞത്, വേറെ ആളാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കേസിന് പോകാൻ താല്പര്യമില്ല, ഇതിവിടെ വെച്ച് നിർത്തണം, ഞങ്ങൾക്ക് തന്നെ ഇത് മടുത്തെന്ന് പറഞ്ഞ് അവർ തന്നെ ഇതങ്ങ് നിർത്തി. പിന്നെ എന്തുവാന്ന് വെച്ചാൽ എൻ്റെ തലയുടെ ബാക്കിലായിട്ട് ഒരു മുഴ, ഞാൻ ഇവിടെ കുഴച്ചിരിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് തലക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു 1 വീക്കായിട്ട് ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും, അത്രക്ക് നീ ഇങ്ങനെ പൊങ്ങി നിൽക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ ഉപ്പും തൈലവും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ദിവസം രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഞാൻ ഇടുമായിരുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല, തൊട്ട് നോക്കിയപ്പോൾ ആ സാധനം അവിടെ ഇല്ല. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞമ്മ അവിടെ ഇങ്ങനെ മുഴയില്ലമ്മ, ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല, ഇനി എടുക്കണ്ട, ഞാൻ നിന്നോട് പറയണമെന്ന് വെച്ചിരിക്കുമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ, സ്കാനിങ് ഒരു എക്സ്റേ എടുത്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു ഡോക്ടർ എൻ്റെ ഇടയ്ക്ക്. അതാ ഉപ്പും തൈലം ഇട്ടതിൻ്റെ ഫലമായിട്ട് അതെല്ലാം മാറി. പിന്നെ എൻ്റെ അമ്മ ഈശോപ്പം എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. എനിക്കിപ്പം പിന്നെ ഒരു വലിയ സാക്ഷ്യമാണ്, ഞങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കുറച്ച് നാൾ. അപ്പം ഒരു ഉപ്പ് വാങ്ങാൻ പോലുമുള്ള ക്യാഷ് നമ്മുടെ ഇല്ല. അപ്പം കറണ്ട് ബില്ല് വന്ന് അടക്കേണ്ട ഡേറ്റായി. അപ്പം അച്ഛൻ എവിടുന്നോ കുറച്ച് ക്യാഷൊക്കെ വാങ്ങിയിട്ട് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി അവിടെ പോയി. അവിടെ ചെന്ന് കറണ്ട് ബില്ല് പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഈ ആളുടെ ഇത് അടച്ചിട്ടുണ്ടല്ലോ, ഇനി അടയ്ക്കണ്ട, ഈ എമൗണ്ട് നേരത്തെ അടച്ചെന്ന് പറഞ്ഞ്. അച്ഛനാകെ വണ്ടർ അടിച്ചു പോയി. ഈ എമൗണ്ട് അച്ഛൻ അടച്ചിട്ടോ, നമ്മൾ വേറെ അമ്മൂമ്മ ചോദിച്ച് എമൗണ്ട് അടച്ചോ എന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മയൊന്നും പറഞ്ഞ് ഞാൻ അടച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരടച്ചെന്ന്, ഇത് എൻ്റെ മാതാവ് അടച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വണ്ടറായിരുന്നത്. ഞങ്ങൾ ശരിക്കും ഫിനാൻഷ്യലി ഒട്ടും ഇതല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒട്ടും പൈസ അച്ഛൻ എവിടുന്നോ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ആ കറണ്ട് ബില്ല് അടക്കാൻ ചെന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേ കണ്ട്, എൻ്റെ മാതാവി എനിക്ക് ഒരു നിവൃത്തിയില്ലല്ലോ ഇത് അടയ്ക്കാൻ, ഞാൻ എവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അടയ്ക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു കറണ്ട് ബില്ല് ആരോ അടച്ചതെന്നൊന്നും അറിയത്തില്ല, എനിക്ക് അറിയത്തില്ലടി ആരാ അടച്ച, മാതാവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പം അവിടുത്തെ അമ്മമാരെയൊക്കെ കുളിപ്പിക്കാനും അവിടുത്തെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനും ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ പോകും. പിന്നെ ബൈബിൾ ദിവസവും വായിക്കും. പിന്നെ ബൈബിളിലുള്ള വചനമൊക്കെ ഞാനൊരു ബുക്കിൻ്റെ അകത്ത് ദിവസവും എഴുതും. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ കുറേ എഴുതി, ഒരു ബുക്ക് ഫുള്ള് തീർന്നു ഞാൻ വചനം എഴുതി, അടുത്ത എഴുതാൻ പോകുന്നു. ഇങ്ങനെ ദിവസം അമ്മയുടെ വചനം ഞാൻ ബുക്കിൻ്റെ അകത്ത് എഴുതും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇവിടുത്തെ പത്രവും അമ്മയുടെ കാശ് രൂപവും ഉപ്പും തൈലും ഒക്കെ കൊടുക്കും. 1-2 ഫ്രണ്ട്സ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത്. എൻ്റെ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മകള് സാക്ഷ്യം പറയാൻ വൈകിയതിലും അവൾക്ക് പ്രാർത്ഥനാ ജീവിതം തന്നെ കുറവായിരുന്നു. ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിലൂടെയാണ് അവൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതലും ഇറങ്ങാനും
പ്രേക്ഷിത വേല ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു ഈ മോൾക്ക്. ഭാഗ്യത്താൽ അമ്മ തന്നെ അത് അനുഗ്രഹിച്ച് വിശ്വാസം ആഴപ്പെടുത്തി എൻ്റെ ജീവിത പങ്കാളി ഈ അൾത്താരയിൽ കയറിയതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷവതിയാണ്. കാരണം ഒരിക്കൽ പോലും എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചതേയല്ല. എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താലാണ് ഇവിടെ വന്നത്. ഈ അൾത്താരയിൽ വന്നിരുന്ന് എൻ്റെ ജീവിത പങ്കാളി പൊട്ടിക്കരഞ്ഞു. കാരണം ആ കറണ്ട് ചാർജിൽ അണ്ണം ഇറങ്ങി പോകുമ്പോൾ പറയുന്നത്, എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഒരു വഴിയും ഇല്ലല്ലോ എന്നും പറഞ്ഞാൽ പോകുന്നത്. അതെൻ്റെ അമ്മ മാതാവ്, നിങ്ങൾക്കത് ചെറിയ തുകയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് വലിയ തുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ഈശോയും അമ്മയും ആഴപ്പെടുത്തി തന്നതാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഇനിയും വിശ്വാസം ആഴപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ ഈശോയും അമ്മയും അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബം മൊത്തം ഉടമ്പടിയിലാകണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ മക്കളും ഞാനും എന്നും മരിക്കുവോളം ഈ പുണ്യഭൂമിയിൽ നിന്ന് വിട്ട് എങ്ങോട്ടും ഒരു പോക്കുണ്ടാകത്തില്ല. എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് തന്നെയാണ്, എല്ലാവരോടും ഈ ജീവിത അന്ത്യം വരെ ഈ കൃപാസനം മണ്ണ് വിട്ട് എങ്ങോട്ട്, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ ഓടി വരും. എനിക്ക് എത്ര സമയം ഇവിടെ ഇരുന്നാലും പറ്റത്തില്ല. എനിക്ക് വീട്ടിലോട്ട് പോകുമ്പോഴാണ് സങ്കടം. എനിക്ക് എത്ര നേരത്തും എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ അടുത്ത്